CPM മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, ഇപ്പോഴത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ രണ്ടുപേരും രണ്ട് സമ്മേളനങ്ങളായി പറഞ്ഞത് പാർട്ടിക്കുണ്ടായ തിരിച്ചടി അവഗണിക്കാനാവാത്തതാണ്, ഇത് തിരുത്തണം. ആരോടാണ് ഇതൊക്കെ പറയേണ്ടത്? അല്ല, CPMനുണ്ടായ തിരിച്ചടി വലിയ തിരിച്ചടിയാണ്, കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ ഇനി തർക്കിക്കേണ്ടതില്ല എന്ന് ഗോവിന്ദൻ സെക്രട്ടറി നമ്മളോട് പറഞ്ഞു. നേരത്തെ അത് പറയാൻ അദ്ദേഹത്തിന് മടിയായിരുന്നു. പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല, പാർട്ടിയുടെ അടിത്തറ ഇളകിയിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നുള്ളത് ശരിയാണെങ്കിലും പാർട്ടിയുടെ അടിത്തറ ഇതുവരെ ഇളകിയില്ല എന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി വിശകലനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ അടിത്തറ ഇളകി എന്നുള്ളത് വ്യക്തമാണ്. കാരണം പാർട്ടിയുടെ പൈതൃക കേന്ദ്രങ്ങൾ അവിടെയെല്ലാം പാർട്ടി നിലംപരിശായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ധർമ്മടം അടക്കമുള്ള പിണറായി വിജയൻ്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ധർമ്മടം, ചീമേനി മുതലായിട്ടുള്ള പാർട്ടി കേന്ദ്രങ്ങളിൽ BJPക്ക് പോലും പ്രതീക്ഷയില്ലാത്ത വോട്ട് BJPക്ക് ഉണ്ടാക്കി കൊടുത്തു. ആലപ്പുഴ എന്ന പുന്നപ്ര വയലാറിൻ്റെ കേന്ദ്രം, അതിൻ്റെ ഈറ്റില്ലം എന്ന് പറഞ്ഞു, അവിടെയും വൻതോതിൽ ഈഴവ വോട്ടുകൾ അടക്കം BJPയിലേക്ക് ഒഴുകി. പൊതുവെ പാർട്ടിക്കകത്ത് ഉയർന്നു വരുന്ന അതിശക്തമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്നത് പിണറായി വിജയൻ മോദിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ സംവിധാനത്തിൽ നിന്നും പണം വാങ്ങിയും അതേപോലെ തന്നെ മറ്റ് തലത്തിലുള്ള ഫേവറുകൾ സ്വീകരിച്ചും BJPയെ വളർത്താൻ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJPയുടെ ഈ വളർച്ചയും BJPക്ക് കേരളത്തിൽ ആദ്യമായിട്ട് ലോകസഭയിലേക്ക് ഒരു സീറ്റ് ലഭിക്കുന്നതിലും പിണറായി വിജയനുള്ള പങ്ക് വലുതാണ് എന്ന ചർച്ച പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിണറായിയാണ് ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന രീതിയിൽ വിലയിരുത്തലുകൾ വരുന്നത്. മാത്രമല്ല, എന്തുകൊണ്ട് ഇടതുപക്ഷം ഇത്രമാത്രം പരാജയം രുചിക്കേണ്ടി വന്നു എന്ന് ചോദിക്കുന്നതിന് നാട്ടിൽ വഴിയേരിയിൽ സാധാരണക്കാരുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ പിണറായിയും കുടുംബവും, പിണറായിയുടെ മകള്, പിണറായിയുടെ മരുമകൻ, പിണറായിയുടെ ഭാര്യ, ഇവർ നടത്തുന്നതായിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും നയങ്ങളുമാണ് അതിശക്തമായിട്ടുള്ള രീതിയിൽ ഈ പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുകയും ഇതിനെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദി പിണറായിയാണ്, തിരുത്തേണ്ടത് പിണറായിയാണ്. അതുകൊണ്ട് വരുന്ന ചോദ്യം ഇതാണ്, പിണറായിക്കാരും മണി കെട്ടും എന്നത്. ഈ മുസ്ലിം പ്രീണനമാണ് ഇപ്പോൾ പാർട്ടിക്കെതിരെ ഉയർന്ന പ്രധാന ആരോപണം. മറ്റൊന്ന്, ഈ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിവരദോഷി എന്ന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞ് ആരോപിക്കുന്നു. അപ്പോൾ ഈ സഭകൾ അവരെന്താ പറയുന്നത്, അവരൊരു വിമർശനം ഉന്നയിക്കുന്നു. അപ്പോൾ ഈ സഭകളെ കുറ്റപ്പെടുത്തുന്നു, മറുവശത്ത് മുസ്ലിം പ്രീണനം നടത്തുന്നു. ഇതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ഒരു ആരോപണം. വാസ്തവമുണ്ടോ? അല്ല, പിണറായി പലപ്പോഴും സമസ്തയും അതേപോലെ തന്നെ മുസ്ലിം സംഘടനകളൊക്കെ ആയിട്ട് നടത്തുന്ന സംഭാഷണങ്ങൾ, ചായ സൽക്കാരങ്ങൾ എന്തിനാണ്? അവിടെ എന്ത് പ്രത്യയശാസ്ത്ര വിഷയമാണ് ചർച്ച ചെയ്യുന്നത്? അവിടെ എങ്ങനെയാണ് മുസ്ലിങ്ങളെ പ്രത്യയശാസ്ത്രപരമായിട്ട് ഇടതുപക്ഷത്തെ ഘടിപ്പിക്കുന്നതായിട്ടുള്ള പ്രക്രിയ നടക്കുന്നത്? ഇല്ല, അത്തരത്തിലൊരു സംഭവം അവിടെ നടക്കുന്നില്ല. അവിടെ നടക്കുന്നത് കച്ചവടം മാത്രമാണ്. അങ്ങനെ കച്ചവടം നടത്താനായിട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു പ്രീണനമായി മാറിത്തീരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അല്ലെ അവരുടെ പ്രീണനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന പാർട്ടികളാണ് കേരളത്തിലെ എല്ലാ പാർട്ടികളും എന്നാണ്. കാരണം CPM ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സീറ്റ് കേരള കോൺഗ്രസ് മാണിക്ക് കൊടുത്ത് ക്രിസ്ത്യാനികളെ പ്രീണിപ്പിച്ചു. CPI ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സീറ്റ് ഒരു മുസ്ലിമിന് കൊടുത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചു. അതോടൊപ്പം BJP ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ BJPയുടെ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് ജോർജ് കുര്യൻ എന്ന ക്രിസ്ത്യാനിക്ക് കൊടുത്ത് ക്രിസ്ത്യാനിയെയും പ്രീണിപ്പിക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങളെയും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളെയും പ്രീണിപ്പിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം മാറി എന്ന ഒരു ആരോപണം അദ്ദേഹം ഉന്നയിക്കും. അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾക്കോ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്കോ മറ്റൊരു രീതിയിൽ കേരള സമൂഹം പ്രാധാന്യം കൊടുക്കുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യത്തിൽ പലവട്ടം പറയുമ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു സംശയം ജനിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സംശയം ആണ് ഇപ്പോൾ നേരെ CPMന് നേരെ ഉയർന്നിരിക്കുന്നത്. കാരണം CPMൻ്റെ ബേസിക് വോട്ട്സ്, അടിത്തറ വോട്ടുകൾ, ആ വോട്ടുകൾക്ക് പോലും പരിക്കുണ്ടാക്കാവുന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ പിന്നാലെ പോകുന്ന കാഴ്ച പല സ്ഥലത്തും പലവട്ടവും കാണുകയും മുസ്ലിങ്ങളൊപ്പം നിന്ന് കഴിഞ്ഞാൽ ഭരണം പിടിക്കാം എന്ന് പറയുന്നൊരു വിശ്വാസം പിണറായി വിജയനുണ്ടാകുകയും അദ്ദേഹം അത് മുതലാക്കാൻ വേണ്ടിയിട്ട് കച്ചവട പ്രക്രിയയിൽ ഏർപ്പെട്ടതിൻ്റെ ഫലമായി സമസ്തയുമായിട്ടുള്ള കൂടിയാലോചനകളും ചായ സൽക്കാരങ്ങളുമൊക്കെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് തിരുത്തൽ വേണ്ടത്. ആ തിരുത്തലിന് പാർട്ടി തയ്യാറാവുക അല്ലെങ്കിൽ പിണറായി തയ്യാറാവുക, അത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ഉയർന്നു വരുന്നുണ്ട്.
2019 അതേ അവസ്ഥയിലാണ് പാർട്ടി എത്തിയിരിക്കുന്നതെന്ന് ഈ പറയുന്ന പ്രകാശ് കാരാട്ട് ഉൾപ്പെടെയുള്ളവർ പറയുന്നു. പക്ഷേ ഒരു പ്രത്യേകത 2024 ആയപ്പോൾ BJP സ്വന്തമായിട്ടൊരു ലോക്സഭാ സീറ്റ് നേടിയെടുത്തു. അപ്പം പഴയതുമായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇത് വളരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് അവരെ കൊണ്ടെത്തിച്ചത്. എന്ന് പറഞ്ഞാൽ BJP വളരുന്നു. CPM എങ്ങനെ അതിജീവിക്കും? അല്ല, 2019 പോലെ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് 2024 എന്ന് നമ്മൾ വിലയിരുത്തുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിലെ ലളിതവൽക്കരണമായിട്ടുള്ള ഒരു ഗണിതശാസ്ത്രമായിട്ടേ നമുക്കതിനെ കണക്കാക്കാൻ പറ്റും. അത് ലളിതവൽക്കരണം മാത്രമാണ്. നിങ്ങൾ വളരെ എളുപ്പത്തിൽ അതിനെ സിംപ്ലിഫൈ ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് സ്ഥിതി എന്ന് പറയുന്നത്. 2019 CPMൻ്റെ വോട്ടുകൾക്ക് ഒരു കുറവുണ്ടായി എന്നുള്ളത് ശരിയാണെങ്കിൽ പോലും അതിൻ്റെ അടിത്തറക്ക് കാര്യമായിട്ടുള്ള ഇളക്കമുണ്ടായിരുന്നില്ല. ഈ 2024 സമയത്ത് അത് ഇളകി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരുപാട് വോട്ടുകൾ BJPയിൽ ഒഴുകിപ്പോയിട്ടുണ്ട്. BJPക്ക് അതേപോലെ തന്നെ അക്കൗണ്ട് തുറക്കാനായിട്ട് കഴിഞ്ഞു. തൃശ്ശൂർ എന്ന് പറയുന്ന BJPക്ക് ഒരു അടിത്തറയില്ലാത്ത സ്ഥലത്ത് BJPക്ക് ഒരു MBA ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. എന്നുവെച്ചാൽ BJP ഇൻ ദ മേക്കിംഗ് എന്ന് പറയുന്നതാണ് ഈ സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ 2019 ഇതിനെ താരതമ്യപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. 2019 ഒരു സീറ്റ് കിട്ടി, 2024 ഒരു സീറ്റ് കിട്ടി. അത് മാത്രമാണ്, ആ എഞ്ചുവടി മാത്രമാണ് സമാനതയുള്ളത്. അതിനപ്പുറം നമ്മൾ രാഷ്ട്രീയ കണക്കുകളിലേക്ക് കിടക്കുന്ന സമയത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയ ഒരു ഘട്ടമാണ് 2024. മാത്രമല്ല BJP വലിയ തോതിൽ വളരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. ഈ പിണറായി വിജയൻ എന്ത് പറഞ്ഞാലും ബാക്കിയുള്ളവരാരും മിണ്ടുന്നില്ല. അതായത് ഈ പാർട്ടി സംസ്ഥാന സെക്രട്ടറി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന സെക്രട്ടറിക്ക് വിപുലമായ അധികാരമുണ്ടെന്നാണ് നമ്മൾ ഇത്രയും നാൾ കണ്ടുവന്നത്. പക്ഷേ MV ഗോവിന്ദൻ ഇതുവരെ മിണ്ടിയിരുന്നില്ല. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യത്തിനും അനാവശ്യത്തിനുമായി ചില കമൻറ്റുകളും പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടറി ചില പരാമർശങ്ങൾ അവിടെ ഇവിടെയുമായി നടത്തുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ? അല്ല, മുഹമ്മദ് റിയാസ് എന്തിനാണ് സംസാരിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്? അദ്ദേഹം സംസാരിക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന തൻ്റെ അമ്മായിയപ്പന് വേണ്ടിയുള്ള സംഭാഷണം ഇതിലാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അച്ഛൻ, അമ്മായിയപ്പൻ, മക്കൾ എന്ന് പറയുന്നതിന് എന്ത് പ്രസക്തിയാണ്? ഒരു പ്രസക്തി ഇതുവരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പ്രസക്തി ഇല്ലായിരുന്നു എന്നുള്ളതാണ് ആളുകളെ ഇതിൻ്റെ കൂടെ നിർത്തുന്നതിന് ഒരു ഘടകമായിരുന്നു. ഇപ്പോൾ പിണറായിക്കും കുടുംബത്തിനും വേണ്ടി എന്ന നിലയ്ക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ജനങ്ങൾ, സഹകൾ തീരുമാനിക്കും, അവരായി, അവരുടെ കുടുംബമായി, അവരുടെ പാടായി, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട് എന്ന്. അങ്ങനെ അവരവരുടെ പണിക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതാണിപ്പോൾ CPM നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. ഇവിടെ നിന്ന് അവരങ്ങ് പിരിഞ്ഞ് അങ്ങ് പല വഴിക്കും പോകും. അങ്ങനെ പോയാൽ CPM എന്ന് പറയുന്നത് അധികാരത്തിൽ നിന്ന് പുറത്താവും എന്ന് പറയുന്ന ഒരു ഫീലിംഗ് ജനങ്ങൾക്കുണ്ടാകും. അങ്ങനത്തെ ഒരു ഫീലിംഗ് വന്നാൽ പിന്നെ ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ എളുപ്പത്തിൽ പറന്നു പോകുന്ന കാഴ്ചയാണ്. അതൊക്കെയാണ് ബംഗാളിൽ സംഭവിക്കും. അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്ന് കണ്ടാൽ മാത്രമാണ് അതിൻ്റെ കൂടെ ആളുകൾക്ക് തിരിച്ചു വരാൻ കഴിയുള്ളൂ. അത് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷതയാണ്. ആ സവിശേഷതയാണ് ത്രിപുരയിലായാലും ബംഗാളിലായാലും CPM അധികാരത്തിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വലിയ ആൾക്കൂട്ടം ഒലിച്ചു പോയതിന് കാരണം. കേരളത്തിലും ഈ ഒലിച്ചു പോക്കിൻ്റെ ഒരു കാഹളമാണ്, അല്ലെങ്കിൽ പ്രതിധ്വനിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അത് കൂടുതൽ കൊട്ടി ഉയർത്തുകയാണ് മുഹമ്മദ് റിയാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തിരുത്തുക എന്ന് പറയുമ്പോൾ മുഹമ്മദ് റിയാസിനോട് ആളുകൾ പറയുന്നത് ചുപ്പ് രഹോ, നീ മിണ്ടരുത് എന്നാണ്. ഈ മുഖം മിനുക്കുക എന്നതാണ് നമുക്ക് നഷ്ടപ്പെട്ട പ്രതിച്ഛായൊക്കെ വീണ്ടെടുക്കാനുള്ള പ്രധാന ഒരു കാര്യം. പക്ഷേ മുഖ്യമന്ത്രി പറയുകയാണ് ഭരണമാറ്റം ഉണ്ടാകില്ല, നേതൃമാറ്റം ഉണ്ടാകില്ല. അത് മുഖ്യമന്ത്രിയാണോ തീരുമാനിക്കുന്നത്? പാർട്ടിക്ക് ഒന്നാകെ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ? അല്ല, പാർട്ടിയാണ് അത് തീരുമാനിക്കേണ്ടത്, പാർട്ടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പക്ഷേ കുറേ കാലമായിട്ട് വന്ന ഒരു ശീലം, പിണറായി വിജയൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഏറ്റുപറയുന്ന ഒരു യന്ത്രമായിട്ട് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്റർ മാറി. ആളുകൾ പലപ്പോഴും അദ്ദേഹത്തെ കളിയാക്കാറുണ്ട്. അദ്ദേഹം ഒരു കായിക അധ്യാപകനാണ്. മാർക്സിസം എന്ന് പറയുന്നത് കായിക അഭ്യാസ പ്രകടനങ്ങളിലൂടെ പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യേണ്ട ഒരു സംഭവമല്ല. അതിന് സ്വല്പം തലക്ക് വെളിവ് ആവശ്യമാണ്. ആ വെളിവില്ലായ്മ ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ താൻ ബുദ്ധിപരമായിട്ട് കീഴ്സ്ഥായിലാണ് നിൽക്കുന്നതെങ്കിൽ പിണറായി വിജയൻ അതിനേക്കാൾ മുകളിലാണെങ്കിൽ പിണറായി വിജയനെ അടിപ്പെട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് നാളുകളായി പിണറായി വിജയൻ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നു. പാർട്ടി സെക്രട്ടറിയെ ആ തീരുമാനം വിളിച്ചു പറയുന്നു. അത് യഥാർത്ഥത്തിൽ ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള ഒരു പ്രകടനമാണ്. എന്നുവെച്ചാൽ എന്താണ് പിണറായി ആഗ്രഹിക്കുന്നത് അത് വിളിച്ചു പറയുന്നതായിട്ടുള്ള ഒരാൾ മാത്രമായിട്ട് പാർട്ടി സെക്രട്ടറി മാറി. ഇത് ഈ CPM എന്ന് പറയുന്നതായിട്ടുള്ള സംഘടനാ സംവിധാനത്തിൻ്റെ അട്ടിമറിയാണ്.
ഇതുവരെയും എന്ന് പറയുന്നത് സെക്രട്ടറി ആയിരുന്നു യഥാർത്ഥത്തിൽ പാർട്ടിയുടെ അധികാര കേന്ദ്രം. ആ അധികാര കേന്ദ്രത്തെ അട്ടിമറിച്ച് ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മുഖ്യമന്ത്രി തന്നെ അവിടെ കയറിയിരിക്കുകയും പാർട്ടി സെക്രട്ടറിയെ ചവിട്ടി നിശബ്ദനാക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് സംഘടനയെ ബാധിച്ചിട്ടുണ്ട്. സംഘടന നിശ്ചലമാണ്, ക്ലാവ് പിടിച്ച അവസ്ഥയിലെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അത് മാറണമെങ്കിൽ മൊത്തം തിരുത്തൽ ആവശ്യമാണ്. നേതൃത്വമാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ നേതൃസ്ഥാനത്ത് മാറണം എന്നുള്ളതല്ല, പാർട്ടിയിൽ അയാളുടെ ഇടപെടലുകൾ നിർത്തണം. പാർട്ടി അതിന് മുകളിലേക്ക് പോവുകയും പാർട്ടി പറയുന്നതനുസരിച്ച്, പാർട്ടി തീരുമാനിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ്റായി ഈ ഗവൺമെൻറ് മാറണം എന്ന് പറഞ്ഞാൽ പിണറായി മാറണം എന്നുള്ളതാണ്. ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുണ്ട് BJP സർക്കാർ നടപ്പാക്കി, അത് പലതും സംസ്ഥാനത്ത് നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പദ്ധതി എന്ന നിലയിൽ ഫ്ലെക്സ് വെക്കുന്നു, പേരിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാലും ഈ അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം സാധാരണക്കാർ മനസ്സിലാക്കി തുടങ്ങി എന്നുള്ള. അപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പെൻഷൻ കൊടുക്കുക, വേണ്ട സഹായങ്ങൾ എത്തിക്കുക, വീട് നിർമ്മാണത്തിന് വേണ്ട പിന്തുണ നൽകുക, ഇതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അടിസ്ഥാന പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്യുന്നില്ല. കേന്ദ്രം ചെയ്യുന്ന കാര്യങ്ങളുടെ ഒരു ചുമതല അല്ലെങ്കിൽ അതിൻ്റെ ഉടമസ്ഥാവകാശം ഏറ്റെടുക്കുന്നു. ഇതല്ല ഇവിടുത്തെ പ്രശ്നം. അല്ല, യഥാർത്ഥത്തിലുള്ള പ്രശ്നം കേരളത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാർ ഉണ്ടാകുമ്പോൾ അവരുടെ ആത്യന്തിക ചുമതല എന്ന് പറയുന്നത് ജനങ്ങളോടൊപ്പം നിൽക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ഒരു കുടുംബത്തിലെ പ്രായമായ നമ്മളുടെ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ ജീവിച്ചു പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഉറവ എന്ന് പറയുന്നത് ഈ സാമൂഹ്യ പെൻഷൻ. അത് കൃത്യമായിട്ട് കൊടുക്കുന്ന ഒരു സർക്കാരിനെ അവർ വോട്ട് ചെയ്യും, സർക്കാരിനൊപ്പം നിൽക്കും. പക്ഷേ ഇവിടെ 6 മാസത്തിലധികം വീഴ്ച വരുത്തിയിരിക്കുന്നു. അങ്ങനെ വീഴ്ച വന്നപ്പോൾ ഇവരുടെ നേതാക്കളും അനുയായികളും പറഞ്ഞത് എന്താണ്? ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീഴ്ച വരുത്തിയിട്ടില്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടിയുടെ സർക്കാർ വീഴ്ച വരുത്തി. അതുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടി സർക്കാരിനെ മാറ്റി നിർത്തി, ഇവരെ കൊണ്ടുവന്നു. ഇവർ വീഴ്ച വരുത്തി ജനങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇവരെ മാറ്റി നിർത്തണം. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് കഴിയാത്ത, എന്നുവെച്ചാൽ കേരളത്തിലെ അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ട വിഷയം എന്താണ് എന്ന് വെച്ചാൽ കേരളത്തിലെ സാധാരണക്കാർക്ക് ലഭിക്കേണ്ട ഈ സാമൂഹ്യ പെൻഷൻ കൃത്യമായിട്ട് എല്ലാ കുടിശ്ശികയും തീർത്ത് കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടാണ് തിരുത്തൽ തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് തിരുത്തണം, നിങ്ങളിത് കൊടുത്ത് തീർത്തിട്ട് തിരുത്തു. അതാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, സാധാരണക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനായിട്ട് പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. മാത്രമല്ല, പിണറായി എന്താ ചെയ്യുന്നത്? പിണറായി വളരെ ശക്തമായിട്ട് പിണറായി സർക്കാരിനെ വിമർശിച്ച ഒരു വൈദികനെ തെറി വിളിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ലളിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് മാത്രമാണ്. നിങ്ങൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾ ആക്സിഡൻറ്റിലാവും, നിങ്ങൾ അപകടത്തിലാവും. അതാണ് പിണറായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി എത്രയോ നാളുകളായിട്ട് ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ, സാമ്പത്തിക സമീപനങ്ങൾ അതെല്ലാം തിരുത്തുകയും മുന്നോട്ട് പോവുകയും എന്നിട്ട് കോർപ്പറേറ്റ് ആധിപത്യത്തിലേക്ക്, കോർപ്പറേറ്റുകൾക്ക് കീഴടങ്ങുന്ന തരത്തിലേക്ക് തൻ്റെ ഭരണത്തെയും ഭരണകൂടത്തെയും മാറ്റുകയും ചെയ്യാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഇടനാഴികളിൽ പലപ്പോഴും കച്ചവടക്കാരുടെ തിരക്ക് കൂടിയത്. ആ തിരക്ക് കൂട്ടിലാണ് സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ളതായിട്ടുള്ള പ്രക്രിയകളിലേക്ക് ഈ സർക്കാരിൻ്റെ ഓഫീസിനെ വലിച്ചിഴച്ചത്. ഇത് ഇയാൾക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഇയാൾ തിരുത്താൻ പോകുന്നത്? നരേന്ദ്രമോദി സർക്കാരിനെ സഹായിക്കുന്ന നിലപാടുകൾ പിണറായി സ്വീകരിക്കുന്നു. ഈ മോദിക്ക് അല്ലെങ്കിൽ BJPക്ക് വോട്ട് കൂടിയത് പിണറായിയുടെ ചില നടപടികൾ കൊണ്ടാണ്. അങ്ങനെ ഒരു പരോക്ഷ പരാമർശങ്ങൾ ഉയരുന്നുണ്ട്. വാസ്തവമുണ്ടോ? അല്ല, പിണറായി അതിശക്തമായിട്ട് BJP എതിർക്കുന്ന ഒരാളാണ് എന്ന് പറയുകയും BJP എതിർക്കുന്നത് മുസ്ലിങ്ങളുടെ ചങ്ങാത്തം കിട്ടാൻ വേണ്ടിയാണെന്ന് സ്ഥാപിക്കുകയും ചെയ്തു. അതാണ് പിന്നീട് മുസ്ലിം പ്രീണനമായിട്ട് മാറിത്തീർന്നത്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഹമാസിനെയും അതേപോലെ തന്നെ ഇസ്രായേൽ വിരുദ്ധമായിട്ടുള്ള പ്രകടനങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അതിൽ ആത്മാർത്ഥതയില്ല എന്ന് മുസ്ലിങ്ങൾ തിരിച്ചറിയാനായി തുടങ്ങിയിരിക്കുന്നു എന്നാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു നിരീക്ഷണം. കാരണം അവരതെല്ലാം നടത്തിക്കൊണ്ടിരുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കോൺഗ്രസിനെ എതിർക്കാനും മുസ്ലിങ്ങളുടെ ഒപ്പം കൂട്ടാനും വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു പ്രത്യയശാസ്ത്ര നിലപാടിന് വേണ്ടിയായിരുന്നില്ല അവരുടെ സമരം എന്ന് പറഞ്ഞ് തിരിച്ചറിയപ്പെടുകയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർ നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയപ്പെട്ടാൽ അത് അമ്പെ പരാജയപ്പെട്ടു പോകും. ആ പരാജയമാണ് ഇവിടെ ഉണ്ടായത്. ആ പരാജയം അവിടെ ഉണ്ടായെന്ന് മാത്രമല്ല, അത് BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രവർത്തന പ്രക്രിയയായിട്ട് പിന്നീട് മാറ്റം ചെയ്യപ്പെട്ടതായിട്ട് വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് BJPയുടെ വളർച്ചയ്ക്ക് സഹായകരമായി നിൽക്കുന്നത് പിണറായിയാണ്. അതുകൊണ്ട് പിണറായി ഭരണം ഇവിടെ തുടരണം എന്നത് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ആഗ്രഹമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതെത്ര കാലം കൂടുതൽ തുടരുന്നു അത്ര കാലം ഇടതുപക്ഷം ദ്രവിച്ച് ജീർണിച്ച് നശിച്ചുകൊണ്ടിരിക്കും. അതിനോടൊപ്പം തന്നെ കോൺഗ്രസിനെ അത്ര കാലം ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് കഴിയും. ഈ CPMൻ്റെ ജീർണതയും നാശവും ഒക്കെ
വളമായി വരുന്നത് ബി ജെ പിയുടെ വളർച്ചക്കാണ് എന്ന് ബി ജെ പി കേന്ദ്രത്തിൽ കരുതുകയും ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അങ്ങനെ വരുന്ന സമയത്ത് പിണറായിയെ സഹായിക്കുക വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളിലും അത് ഇടതുപക്ഷത്തെ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് മാറിത്തീരുകയും ചെയ്യുക. ഇതാണ് തുടരുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നമുക്ക് കാത്തിരുന്ന് കാണാം. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.